മൂന്നാറിലെ ഫോട്ടോ പോയിന്റ് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇത് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള റോഡിൽ തന്നെയാണ് മനോഹരമായ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പച്ചപുതച്ച തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വളരെ മനോഹരമായ ചിത്രങ്ങൾ എടുക്കാൻ മനോഹരമായ പശ്ചാത്തലം തന്നെയാണ് ഇവിടെയുള്ളത്. ഉയരമുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. വളഞ്ഞ് പൊളിഞ്ഞ് മലനിരകളിലൂടെ പോകുന്ന റോഡ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും അനുയോജ്യമായ കാഴ്ചകൾ. ചില സമയങ്ങളിൽ കുതിരസവാരി സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്. സമീപത്ത് തന്നെ ചെറിയ ചായക്കടകളും സ്നാക്സ് സ്റ്റാളുകളും മറ്റുമുണ്ട്. മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ പോകുന്ന സഞ്ചാരികളെല്ലാം ഈ ഒരു ഭാഗത്തിറങ്ങി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും മറ്റ് മനോഹരമായ ചിത്രങ്ങൾ എടുത്തുകൊണ്ടും നിൽക്കുന്നത് കാണാം. ഈ ഭാഗത്തെ തേയിലത്തോട്ടങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പല മടക്കുകളിലായി അത് മുകളിലേക്ക് കയറി പോകുന്നു. ഫോട്ടോ പോയിന്റിൽ അധികം നിൽക്കാൻ സമയമില്ല. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്നത്തെ ലക്ഷ്യസ്ഥാനം ടോപ്പ് സ്റ്റേഷനാണ്. മൂന്നാറിൽ നിന്നും 3 മണിക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. 40 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമെങ്കിലും കാഴ്ചകൾ കണ്ട് സ്ഥലങ്ങളിലെല്ലാം സന്ദർശിച്ച് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 5:30 മണി കഴിഞ്ഞേക്കും. മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് ഏകദേശം 40 കിലോമീറ്ററാണ് ദൂരം. പക്ഷെ മനോഹരങ്ങളായ മറ്റു പല സ്ഥലങ്ങളും ഈ യാത്രക്കിടയിൽ സന്ദർശിക്കാൻ കഴിയും. എക്കോ പോയിന്റ്, കുണ്ടല ഡാം, മാട്ടുപ്പെട്ടി ഡാം തുടങ്ങിയവയെല്ലാം അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് 40 കിലോമീറ്ററാണ് ദൂരമെങ്കിലും സാധാരണയായി 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ യാത്രാ സമയമെടുക്കും. എന്നാൽ വഴിയിലുള്ള കാഴ്ചകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആസ്വദിച്ചാൽ ഒരു പൂർണ്ണ ദിവസം ചെലവഴിക്കാവുന്ന യാത്രയാണിത്. നമ്മൾ ആദ്യം കണ്ട ഫോട്ടോ പോയിന്റാണ് ഈ റോഡിലുള്ള പ്രധാന ആദ്യത്തെ സ്ഥലം. ഇത് ഏകദേശം മൂന്നാറിൽ നിന്നും 2-3 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ്. പച്ചപുതച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഫോട്ടോ പോയിന്റ്. സിനിമകളുടെയും വിവാഹ ഫോട്ടോഷൂട്ടുകളുടെയും പ്രിയപ്പെട്ട ഒരു ലൊക്കേഷൻ. മൂടൽമഞ്ഞുള്ള രാവിലെയും വൈകുന്നേരവും ഏറ്റവും മനോഹരമായ കാഴ്ച ലഭിക്കും. കുതിരസവാരി, ചായക്കടകൾ, പ്രാദേശിക ലഘുഭക്ഷണങ്ങൾ എന്നിവയും അവിടെ കിട്ടും. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മാട്ടുപ്പെട്ടി ഡാം. ഫോട്ടോ പോയിന്റിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം ദൂരമുണ്ട് മാട്ടുപ്പെട്ടി ഡാമിലേക്ക്. 1940കളിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ഇവിടുത്തെ പ്രത്യേകത. ശാന്തമായ തടാകവും മലനിരകളുടെ പ്രതിഫലനവും അതിമനോഹരമാണ്. ബോട്ടിംഗ് സൗകര്യവുമുണ്ട് ഇവിടെ. ചിലപ്പോൾ ആനകളെയും കാട്ടുപോത്തുകളെയും സമീപപ്രദേശങ്ങളിൽ കാണാൻ കഴിയും. മാട്ടുപ്പെട്ടിക്ക് സമീപമുള്ള സർക്കാർ കന്നുകാലി വികസന പദ്ധതിയാണ് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ്. ഇവിടെ ഉയർന്ന നിലവാരമുള്ള പാലുൽപാദന കന്നുകാലികളെ വളർത്തുന്നു. ഇവിടെ സന്ദർശിക്കുന്നതിന് നമ്മൾ മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ടതുണ്ട്. മാട്ടുപ്പെട്ടിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമുക്ക് എക്കോ പോയിന്റിലെത്താം. ഉറക്കെ വിളിച്ചാൽ ശബ്ദം മലകളിൽ തട്ടി തിരിച്ചു കേൾക്കുന്ന പ്രതിധ്വനിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ് ഈ സ്ഥലത്തിന് എക്കോ പോയിന്റ് എന്ന പേര് ലഭിച്ചത്. തടാകവും മലനിരകളും ചേർന്ന മനോഹരമായ ഒരു പ്രകൃതി കാവ്യമാണിത്. ചെറിയ ഷോപ്പുകളും പ്രാദേശിക പഴങ്ങളും മസാലകളും വിൽക്കുന്ന ചെറിയ ചെറിയ കടകളും ഈ ഭാഗത്തുണ്ട്. പിന്നീട് നാം എത്തിച്ചേരുന്നത് കുണ്ടല ഡാമിലേക്കാണ്. കേരളത്തിലെ ആദ്യത്തെ ആർച്ച് ഡാമുകളിൽ ഒന്നാണ് കുണ്ടല ഡാം. ഡാമിന് സമീപമുള്ള തടാക കാഴ്ചയും മലനിരകളും ചേർന്ന് മനോഹരമായ ഒരു സ്പോട്ടാണ്. അധികം തിരക്കില്ലാത്തതിനാൽ ശാന്തമായ അന്തരീക്ഷം ഈ ഭാഗത്ത് അനുഭവിക്കാം. യാത്രയിലുടനീളം കണ്ണെത്താ ദൂരം തേയിലത്തോട്ടങ്ങൾ കാണാം. വെള്ളച്ചാട്ടങ്ങളും യൂക്കാലിപ്സ് വനങ്ങളും നീലഗിരി താർ പോലുള്ള വന്യജീവികളെയും ചിലപ്പോൾ ദൂരെയായി കാണാം. രാവിലെ തന്നെ യാത്ര പുറപ്പെടുന്നതാണ് നല്ലത്. രാവിലെ 7 മണിക്കോ 8 മണിക്കോ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ടാൽ തിരക്ക് കുറവായിരിക്കും. മഴക്കാലത്ത് റോഡുകൾ വഴുക്കലുള്ളതിനാൽ ശ്രദ്ധയോടെ വേണം ഈ വഴിയിൽ വാഹനമോടിക്കാൻ.
ചൂടുള്ള വസ്ത്രം കരുതുന്നതും നല്ലതാണ്. ടോപ്പ് സ്റ്റേഷനിൽ പെട്ടെന്ന് ചിലപ്പോൾ കാലാവസ്ഥ മാറിയേക്കാം. ദൂരദർശിനി പോലുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകൾ കൂടുതലായും ആസ്വദിക്കാൻ കഴിയും. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രകൃതി ഭംഗി, തടാകങ്ങൾ, അണക്കെട്ടുകൾ, തേയിലത്തോട്ടങ്ങൾ, മൂടൽമഞ്ഞ്, മലനിരകൾ തുടങ്ങി ഒറ്റ യാത്രയിൽ ഇവയെല്ലാം അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മൂന്നാറിലെ ഏറ്റവും മനോഹരമായ സഞ്ചാരപാതകളിൽ ഒന്നായി ഈ റോഡിലൂടെയുള്ള യാത്ര കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിലേക്കാണ്. മൂന്നാറിലെ മാട്ടുപ്പെട്ടിയിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴിയിലാണ് എല്ലപ്പെട്ടി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. എല്ലപ്പെട്ടി എന്ന പേര് പഴയ തോട്ടപ്രദേശങ്ങളുടെയും ചെറു കുടിയേറ്റങ്ങളുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നു. ഇന്ന് ഇത് പ്രധാനമായും തേയിലത്തോട്ട തൊഴിലാളികളും കർഷകരും താമസിക്കുന്ന ഒരു മലയോര ഗ്രാമപ്രദേശമാണ്. ഇന്ന് കാണുന്ന എല്ലപ്പെട്ടി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗ്രാമമൊന്നുമല്ല. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമാണ് ഈ പ്രദേശം കൂടുതൽ വികസിച്ചത്. അന്ന് ഈ മലനിരകൾ കൂടുതലും സാന്ദ്ര വനങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാർ മൂന്നാർ മേഖലയിൽ തേയിലക്കൃഷി ആരംഭിച്ചപ്പോൾ എല്ലപ്പെട്ടിയും തോട്ടങ്ങളുടെ ഭാഗമായി തീർന്നു. വനങ്ങൾ വെട്ടിമാറ്റി തേയില നട്ടുപിടിപ്പിക്കുകയും തൊഴിലാളികൾക്കായി ചെറിയ താമസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ ക്രമേണ എല്ലപ്പെട്ടി എന്ന ഗ്രാമം രൂപം കൊണ്ടു. എല്ലപ്പെട്ടി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1500 മുതൽ 1700 വരെ മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം. ഇവിടെ വർഷത്തിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും മൂടൽമഞ്ഞ് അനുഭവപ്പെടും. ചുറ്റും മലകളും താഴ്വരകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഒരു പ്രദേശം. എല്ലപ്പെട്ടിയിലെ ഭൂരിഭാഗം ആളുകളും തേയിലത്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. തമിഴ്നാട്ടിലെ മധുര, തേനി, തിരുനെൽവേലി പ്രദേശങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് കാലത്ത് തൊഴിലാളികളായി എത്തിയവരുടെ പൂർവികരാണിവർ. കേരളത്തിലെ ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്ന് കുടിയേറിയവരുമുണ്ട്. എല്ലപ്പെട്ടിയുടെ വിദൂര ദൃശ്യം പകർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. എല്ലപ്പെട്ടിയെ പ്രശസ്തമാക്കുന്നത് വലിയ സ്മാരകങ്ങളോ ചരിത്ര കോട്ടകളോ ഒന്നുമല്ല. പശ്ചിമഘട്ടത്തിന്റെ പ്രകൃതി സൗന്ദര്യവും ബ്രിട്ടീഷ് കാലത്ത് ആരംഭിച്ച തേയിലത്തോട്ടങ്ങളുടെ പാരമ്പര്യവും തോട്ടത്തൊഴിലാളികളുടെ അധ്വാനവും ചേർന്നാണ് ഈ ഗ്രാമത്തിന്റെ വ്യക്തിത്വം രൂപപ്പെട്ടിരിക്കുന്നത്. മൂന്നാറിന്റെ തിരക്കിൽ നിന്ന് അല്പം മാറി മലകളും മൂടൽമഞ്ഞും പച്ചപ്പും നിറഞ്ഞ ശാന്തമായ ഒരു ജീവിതത്തിന്റെ അനുഭവമാണ് എല്ലപ്പെട്ടി സന്ദർശിക്കുന്നവർക്ക് ലഭിക്കുന്നത്. നമ്മുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യമായ അല്ലെങ്കിൽ അവസാന ലക്ഷ്യമായ ടോപ്പ് സ്റ്റേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷന് ആ പേര് വന്നതിന് പിന്നിൽ വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട്. 900-ന്റെ തുടക്കത്തിൽ മൂന്നാറിൽ ഉൽപ്പാദിപ്പിച്ച തേയില കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. റോഡുകൾ ഇല്ലാതിരുന്ന കാലമായതിനാൽ ബ്രിട്ടീഷുകാർ ഒരു പുതിയ സംവിധാനം വികസിപ്പിച്ചു. മാട്ടുപ്പെട്ടിക്ക് സമീപമുള്ള തേയില ഫാക്ടറികളിൽ നിന്ന് ചരക്ക് ചെറിയ റെയിൽവേ വഴി ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കും. ഇവിടെ നിന്നാണ് ഒരു വലിയ റോപ്പ് വേ ഉപയോഗിച്ച് ചായപ്പെട്ടികൾ താഴെയുള്ള തമിഴ്നാട്ടിലെ കുരങ്ങാണിയിലേക്ക് അയച്ചിരുന്നത്. ഈ മുഴുവൻ സംവിധാനത്തിന്റെയും ഏറ്റവും ഉയരത്തിലുള്ള സ്റ്റേഷൻ ആയതിനാലാണ് ഈ സ്ഥലത്തിന് ടോപ്പ് സ്റ്റേഷൻ എന്ന പേര് ലഭിച്ചത്. ഇന്നിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1900 മീറ്റർ വരെ ഉയരത്തിലാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിക്ക് സമീപം. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ വിശാലമായ സമതല പ്രദേശം കാണാം. തെളിഞ്ഞ ദിവസങ്ങളിൽ 50 കിലോമീറ്റർ അധികം വരെ കാഴ്ച ലഭിക്കും. ഇവിടുത്തെ കാലാവസ്ഥ മൂന്നാർ ടൗണിലേക്കാൾ തണുപ്പുള്ളതാണ്. ശൈത്യകാലത്ത് രാവിലെ താപനില ചിലപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാം. സൂര്യോദയ സമയത്ത് മലകൾക്കിടയിലൂടെ വെളിച്ചം പരക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ടോപ്പ് സ്റ്റേഷൻ ഒരു വലിയ പട്ടണമൊന്നുമല്ല. ഇവിടെ താമസിക്കുന്നവർ പ്രധാനമായും തേയിലത്തോട്ട തൊഴിലാളികളും ചെറിയ കടകൾ നടത്തുന്നവരുമാണ്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരുണ്ട് ഇവിടെ. റോപ്പ് വേ പ്രവർത്തിച്ചിരുന്ന കാലത്ത് 100 തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. തേയിലപ്പെട്ടികൾ കൃത്യസമയത്ത് അയക്കാൻ പകലും രാത്രിയും ഇവിടെ പ്രവർത്തനം നടന്നിരുന്നുവെന്ന് പഴയ തലമുറ ഓർക്കുന്നു. ആ തിരക്കിനു പകരം ഇന്ന് വിനോദസഞ്ചാരികളുടെ ശബ്ദമാണ്.
ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഒരു ദിശയിലേക്ക് നോക്കുമ്പോൾ കേരളത്തിലെ തണുത്ത മലനിരകളും മറുവശത്തേക്ക് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ ചൂടുള്ള സമതല പ്രദേശങ്ങളും കാണാം. ഏതാനും കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ ഇത്ര വലിയ ഭൂപ്രകൃതി വ്യത്യാസം അനുഭവിക്കാൻ കഴിയുന്നത് പശ്ചിമഘട്ടത്തിലെ അപൂർവമായ സവിശേഷതകളിൽ ഒന്നാണ്. അതിനാൽ ടോപ്പ് സ്റ്റേഷൻ ഒരു സാധാരണ വ്യൂ പോയിന്റ് മാത്രമല്ല, ബ്രിട്ടീഷ് കാലത്തെ തേയില വ്യവസായത്തിന്റെ ചരിത്രവും പശ്ചിമഘട്ടത്തിന്റെ അപൂർവ ഭൂമിശാസ്ത്രവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കാനാവുന്ന ഒരു ജീവിക്കുന്ന ചരിത്രഭൂമിയാണ് ടോപ്പ് സ്റ്റേഷൻ.